മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ജ്ഞാനേഷ് കുമാറിനെ മാറ്റിക്കളയുമെന്ന് പേടിപ്പിച്ചവർ ഇപ്പോൾ എവിടെയെന്നാണ് ബി.ജെ.പി. ചോദിക്കുന്നത്. അത് കൃത്യമായി ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായ ജസ്റ്റിസ് ബി.ആർ. ഗവായ് അതിനുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ്. ജ്ഞാനേഷ് കുമാറിനെ അയോഗ്യനാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തെളിവുകൾ സഹിതം കൊണ്ടുവന്ന് പൂട്ടാൻ തന്നെയാണ് തീരുമാനം. മുൻപിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാറിനെതിരെ ആരോപണമുന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ എല്ലാ ഫയലുകളും എല്ലാ ഹർജികളും പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറാകുമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയായി രാജീവ് കുമാർ മാറും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കളങ്കിതമല്ലാത്ത സ്ഥാപനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷത്തിന് അത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കാരണം അത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം എന്നുള്ളത് റിപ്പോർട്ട് സഹിതം, അതായത് കൃത്യമായ തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത്, മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ മുന്നണി 48-ൽ 31 സീറ്റുകൾ നേടി. എന്നാൽ 5 മാസത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഹിമാചൽ പ്രദേശിലെ വോട്ടർമാരുടെ ലിസ്റ്റ് കൂടി അഡീഷണലായി ആഡപ്പ് ചെയ്തു എന്നുള്ള വലിയ രീതിയിലുള്ള ഗുരുതര തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതായത് കൃത്രിമമാണ് കാണിക്കപ്പെട്ടത്. 79 ലക്ഷം അധിക വോട്ടുകൾ ഒരൊറ്റ മണിക്കൂറിനകം കൂട്ടിച്ചേർത്തത് എന്ത് രീതിയിലുള്ള വ്യവസ്ഥയാണ്? ജ്ഞാനേഷ് കുമാർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി കർശനമായ നിലപാടെടുത്തതും ബി.ആർ. ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിലായിരുന്നു. അത് വലിയ രീതിയിൽ സുപ്രീം കോടതി ബി.ജെ.പിക്ക് നൽകിയ പ്രഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ആർ. ഗവായിയുടെ നീക്കം ബി.ജെ.പിക്ക് ഒരു രീതിയിലും അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സെൻസൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വളരെ പ്രതീക്ഷയോടെ ചീഫ് ജസ്റ്റിസിനെ കാണുന്നത്. ഒരുപക്ഷെ സഞ്ജീവ് ഖന്നയെ കൊണ്ട് കഴിയാത്തതുപോലും ബി.ആർ. ഗവായി ചുരുങ്ങിയ നാളുകൊണ്ട് ചെയ്തു തീർക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ബി.ആർ. ഗവായി കൊണ്ട് കഴിയും. സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. ബാലറ്റ് പേപ്പർ നടപടിക്രമങ്ങളിലേക്ക് ഈ രാജ്യം നീങ്ങിയാൽ മാത്രമേ ഈ രാജ്യത്ത് ദുർഭരണാധികാരികൾ ഉണ്ടാകാതിരിക്കൂ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് വളരെ വ്യക്തവും ശക്തവുമായി പ്രകടിപ്പിക്കപ്പെടുന്നത്. ഈ രാജ്യത്തെ ഭരണം നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ്, അല്ലാതെ ബി.ജെ.പി. അല്ല എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ബി.ആർ. ഗവായിയുടെ നീക്കങ്ങൾ ബി.ജെ.പി. ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ.